നമ്മൾ ന്യൂ മാരീഡ് കപ്പിൾസ് ആണ്. താൻ ജർമ്മനി പോകാൻ വേണ്ടി ജർമ്മൻ പഠിക്കുന്നു, ഞാൻ കാക്കാണ്ട് ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഈ റൂം എനിക്ക്, ഈ റൂം തനിക്ക്. ഇനി തന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ വരില്ല, അതേപോലെ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും അവൾ എന്താ എങ്ങനെ പെരുമാറിയതിനടുത്ത്? എടാ അവക്കിപ്പോഴും നീ 1.5 മാസമായിട്ട് കൂടെ താമസിക്കുന്ന വെറും ഒരു സ്ട്രേഞ്ചറാണ്. ഒട്ടും വയ്യെങ്കിലും വിളിക്കാൻ പാടില്ലേ? ഒറ്റക്കൊന്നല്ലല്ലോ, തൊട്ടപ്പുറത്തെ ഒരാളില്ലേ? അതെ, ഈ പാതിരാത്രിക്ക് ഇത്ര സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാപ്പി ബർത്ത്. തന്റെ കന്നഡ മാറിയപ്പോ തന്നെ ആളാകെ മാറി. നീ വളച്ചല്ലേ കരുണില്ലേ? അത് വിറ്റായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത്? ഇതിലും ഒരുപാടുണ്ട്. അല്ല, നമ്മൾ ഇവിടുന്ന് പറയുന്ന എന്താന്ന് അറിയാൻ വേണ്ടിട്ടാണോ അവൾ ചായം കാച്ചിക്കൊണ്ട് വന്നേ? ഏയ്, അങ്ങനെയാകാൻ വഴിയില്ല. ആയിരിക്കുമോ? ആയിക്കൂടെ. നീ എപ്പോഴെപ്പോഴും പറയുന്ന അനു എന്ന പെൺകുട്ടി അവൾ പ്രപ്പോസ് ചെയ്യുന്നതിന്റെ പിറ്റേ ദിവസം എവിടേക്ക് വരുന്നു. എന്ത് പ്രപ്പോസലോ? അതെപ്പോൾ? നോവേ, ഞാൻ പ്രപ്പോസ് ചെയ്താലും അവന് പോലും മനസ്സിലായിട്ടില്ല. പിന്നെ അവളെങ്ങനെ അറിയാനാ? അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല. അപ്പൊ വേറെന്തെങ്കിലും ആയിരിക്കും. നീ എപ്പോഴെപ്പോഴും പറയുന്ന അനു എന്ന പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം കടന്നു വരുന്നു. അവൾ ആരാ, ഏതാ, എന്തിനു വന്നു എന്നുള്ള ക്യൂരിയോസിറ്റി ആനിക്ക് കാണില്ലേ? അത്രയ്ക്ക് ചീപ്പല്ല ആനി. അല്ല ആനി? ആനി, ഇയാൾ ഏത് ലോകത്താ? ഒന്നുമില്ല. ഒന്ന് പുറത്തേക്ക് വരൂ, ഒരു കാര്യം പറയാനുണ്ട്. ആ ആനി, അനുവിനെ കൊച്ചിയിൽ 2-3 ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ കാണും. ആനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടുണ്ട് കരും. എനിക്ക് എൻ്റെ റൂം അങ്ങനെ ഷെയർ ചെയ്യുന്നതിലൊന്നും താല്പര്യമില്ല. ആനിയുടെ റൂം യൂസ് ചെയ്യണ്ട, അവിടെ എന്നെ മുറി വന്നോട്ടെ. അതെങ്ങനെ ശരിയാവും? ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ആ ഹാളും കിടന്നോളാം, അവളെൻ്റെ റൂം യൂസ് ചെയ്തോളൂ. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ആനിക്ക് ഓക്കെ അല്ലേ? ആനിക്ക് എന്ത് കുഴപ്പം? ആനി എപ്പോഴും ഓക്കെ അല്ലേ? ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. അനു, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ആ റൂം സെറ്റ് ചെയ്തിട്ട് എന്നാ ഞാനും വരാം. എന്നാ വാ.